ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി ഭയങ്കര തർക്കമാണ്. അതിനിടയിൽ ചന്ദ്ര പറയുകയാണ്, നീ ഏതൊരു കാരണവശാലും രേവതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുത്, ഇവിടെ ഞാൻ അവളെ ഉറപ്പിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര തർക്കമാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും സച്ചിക്ക് കലി വരികയാണ്. സച്ചി പറയുകയാണ്, സച്ചി എവിടെയാണ് ജീവിക്കുന്നത്, അതേപോലെ തന്നെ രേവതിയും എൻ്റെ ഒപ്പം തന്നെ ജീവിക്കും ഈ വീട്ടിൽ തന്നെ, എനിക്കതിന് ആരുടെ അനുഭവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര വിട്ടുകൊടുക്കോ. ചന്ദ്രയാണെങ്കിൽ നീ എന്നാൽ കൊണ്ടുവരണം, എനിക്കൊന്ന് കാണണമല്ലോടാ, നീ അവൾ നിൻ്റെ ഭാര്യയെ വിളിച്ചോണ്ട് വാ, ഞാൻ അവളെ ശരിയാക്കും, അതെനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നേരകത്തേക്ക് കയറിപ്പാണ്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശ്രുതിക്കുമാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ, ഏതായാലും ആശ്വാസമായി എന്നും പറഞ്ഞുകൊണ്ട് എന്നാലും അവളുടെ ആങ്ങളെയാണല്ലോ ഇപ്പൊ പണമെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയത്, എന്നിട്ടൊന്നും അറിയാത്ത രീതിയിൽ ഇത്രയും നാട് സുഖമായിട്ടിരുന്നു, അങ്ങനെ അവരെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ശരത്ത് ഒരു ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ രംഗം കാണുകയാണ്. ഈ പോലീസുകാർ ഈ ശരത്ത് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞ് അവൻ്റെ വ്യക്തമായ മുഖം അല്ല ഇങ്ങനെ കാണുകയാണ് പോലീസുകാർ. എന്നാലും പകലൊരു മോഷണേ, ഇവനൊക്കെ പഠിച്ച് നല്ല നിലയിലെത്താൻ നോക്കാതെ കണ്ടവരുടെ പണവും മോഷ്ടിച്ചിട്ട് ആസ്വദിച്ച് ജീവിക്കുകയാണ്. ഇവനൊക്കെ ഒന്ന് വെറുതെ വരും തലമുറകൾക്കെല്ലാം ദോഷമായിട്ട് മാറുകയല്ലേ ഇവനൊക്കെ. അപ്പോൾ തലമുറകളും ഇത് തന്നെയല്ലേ കണ്ടു പഠിക്കുന്നത് എന്ന് ഇങ്ങനെ പോലീസുകാരിങ്ങനെ സംസാരിക്കുകയാണ്. സമയം തന്നെ നമ്മുടെ രേവതിയുടെ വീട് കാണിക്കുക. അപ്പോൾ രേവതിയാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടത്തിലാണ്, അമ്മയാണെങ്കിൽ അതിനപ്പുറം. അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, എൻ്റെ ദൈവമേ, ആകെ ഒരു ആന്തരി ഉണ്ടായിരുന്നുള്ളൂ, അവൻ ഇങ്ങനെയായി പോയല്ലോ, എന്തിനാണ് അവൻ എൻ്റെ വയറ്റിൽ ജനിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നിലവിളിയും ഒക്കെ. രേവതിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, തൻ്റെ അനിയൻ കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് സച്ചി വരുന്നത്. അപ്പം സച്ചിയാണെങ്കിൽ നേരെ അവരുടെ വീടിന് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. സച്ചിക്കാണെങ്കിൽ ഇവരുടെ ഇങ്ങനെ ഫേസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇവരെങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് സച്ചി. അപ്പോൾ സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. രേവതിയാണെങ്കിൽ ഓടി ചെന്നിട്ട് എൻ്റെ സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാണ്. രേവതി കരയല്ലേ രേവതി, എന്തിനിങ്ങനെ കരയുന്നത്, അവന് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആ ഒരു വീഡിയോ വൈറലായപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മ വന്നിട്ട് പറയാണ്, എന്നാലും മോനെ, സച്ചി മോനെ, നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി, അവൻ്റെ കൈ തിരിച്ചൊടിച്ചപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നെയാണ് ഞങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തിയത്. പക്ഷേ ഇതിന് പിന്നിൽ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. മോനെ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയാതെയാണ് നിന്നെ കുറ്റപ്പെടുത്തിയത്, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മേ, അതൊക്കെ വീടമ്മേ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, സത്യാവസ്ഥ പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത്. അന്ന് വീട്ടിൽ വന്നപ്പോഴേ അമ്മ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ രീതിയിൽ അവൻ അങ്ങനെ ചെയ്ത് കൂട്ടിയതാണ്. ഇങ്ങനെ സങ്കടപ്പെടല്ലേ എൻ്റെ പൊന്നും മോനെ, എനിക്ക് ഇത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് മോനെ. എന്നാലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയല്ലോ, അവന് പഠിച്ച് നല്ല നിലയിലെത്താൻ നോക്കാതെ അവന് മറ്റുള്ളവരുടെ പണവും മോഷ്ടിച്ചിട്ട് ഇനി അവനെ കുറ്റപ്പെടുത്തണ്ട, അവൻ നല്ലതായിട്ട് വന്നതല്ലായിരുന്നോ, അതുകൊണ്ട് അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇപ്പം അവൻ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന് സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവിടെ അവൻ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവനിവിടെ ഇല്ല, എങ്ങോട്ട് പോയി എന്തിനു പോയെന്നൊന്നും അറിയില്ല, അവനെ വിളിക്കാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ അവനെ വിടണ്ടായിരുന്നു, അവൻ മാനസികമായിട്ട് തകർന്നൊരവസ്ഥയിലല്ലേ നിന്നേച്ചത്, അവൻ അങ്ങനെ വെറുതെ വിടണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ നേരെ ഇവരുടെ വീടിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ പോലീസുകാർ വന്നിട്ടുണ്ടെപ്പോഴേക്കും ഇവരവിടെ പേടിച്ചു വരുന്നത്, ദൈവമേ പോലീസാണല്ലോ. അപ്പോൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി കുറേ പോലീസുകാർ വീട്ടിലേക്ക് കയറുകയാണ്. ഇതല്ലേ ശരത്തിൻ്റെ വീട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി, അതെ ഇത് തന്നെയാണ് ശരത്തിൻ്റെ വീട്, അവനിവിടെ ഉണ്ടോ, അവനെ വിളിക്കുക. ഇല്ല സാർ, അവനിവിടെ ഇല്ല സാർ, നീ നുണ പറയുകയാണ്, എനിക്ക് മനസ്സിലായി, നീയേ നുണ പറഞ്ഞ് എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നോക്കണ്ടടാ, ഈ ശരത്ത് ഇവിടെ തന്നെ ഉണ്ടെന്നും അവനെ നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും മനസ്സിലായി. അയ്യോ സാർ, ഇല്ല സാർ, അവനിവിടെ ഇല്ല, ഞങ്ങൾ സത്യം പറഞ്ഞാണ്, അവനിവിടെ ഇല്ല സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ എവിടെ പോയി, നീ ആരാടാ, ആരാണെങ്കിലും അവനെ ഞാൻ കണ്ടു പിടിച്ചോളാം എന്നൊക്കെ പറയാ പോലീസ്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ, സാർ ഇതൊരു കേസ് ആക്കരുത് സാർ, കാരണം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീയൊക്കെ അങ്ങനെയല്ലേ പറയുള്ളൂ, ഒരു തെറ്റും ചെയ്തില്ല സാർ, ഞങ്ങൾ അങ്ങനെ പറയുന്നതല്ല, എൻ്റെ അമ്മയുടെ പണമാണ് അവൻ മോഷ്ടിച്ചിട്ട് ഓടിപ്പോയത്. അത് ശരി,
എന്നിട്ടാണോ നീ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? എടാ നിനക്ക് നാണമില്ലേടാ? നിന്റെ അമ്മയുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയവനെ സപ്പോർട്ട് ചെയ്യാൻ നിനക്കൊരു നാണമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, സാർ ഇതെൻ്റെ ഭാര്യ വീടാണ്, എൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ് ഈ ശരത്തെന്ന് പറഞ്ഞവൻ. അങ്ങനെ ഇവൻ പണം മോഷ്ടിക്കാനുണ്ടായ കാരണം ഞാൻ സാറോട് വിശദീകരിക്കാം. അന്ന് അമ്മയുടെ പണം മോഷണം പോയായിരുന്നു. ആ സമയത്ത് കുറച്ചൊക്കെ പൈസ മോഷണം പോയപ്പോൾ ഈ ശരത്തിനെയാണ് കുറ്റപ്പെടുത്തി, നീയാണ് എൻ്റെ പൈസ എല്ലാം മോഷ്ടിച്ചിട്ട് ഇവിടെ വരുന്നത് തന്നെ നീ മോഷ്ടിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയാണ് ചെയ്തത്. ആ ഒരു വാശിപ്പുറത്ത് അപ്പം ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെല്ലാവരും കൂടി എന്നെ അപമാനിച്ചു, ഇനി ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വാശിപ്പുറത്താണ് എൻ്റെ അമ്മ പോകുന്ന വഴിയിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിച്ച് അവൻ ആ പൈസ മോഷ്ടിച്ചത്. പക്ഷേ ആ പൈസ ഞങ്ങൾക്ക് അവൻ തിരിച്ചു തരികയും ചെയ്തു. അതിൽ ഞങ്ങൾക്കൊരു കേസും ഇല്ല സാർ, പിന്നെ എന്തിനാണ് അവൻ്റെ പേരിൽ കേസ് എടുക്കുന്നതൊക്കെ ചോദിച്ചപ്പോഴേക്കും, എടാ മോഷണം എന്തായാലും അത് മോഷണം തന്നെയാണ്, അതെങ്ങനെ ചെയ്താലും മോഷണം തന്നെയാണ്. അവനെ ഞങ്ങൾ പൊക്കും, അവനെ ഞങ്ങൾ പൊക്കി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും, അവനെ ജയിലിൽ അടക്കുകയും ചെയ്യും. നീ എല്ലാം ആര് പറഞ്ഞാലും. ഇനിയിപ്പോൾ നീ പറഞ്ഞ സത്യമാണെന്നൊക്കെ എനിക്കറിയണമല്ലോ, നിൻ്റെ അമ്മയെയും കൂടി ഒന്ന് കാണട്ടെ ഞാൻ. അവർ കേസൊന്നും ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ വിട്ടോളാം. പക്ഷേ അവർ കേസുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ അവനെ ഞങ്ങൾ പൊക്കും എന്നൊക്കെ പോലീസുകാർ പറയാണ്. ശരി സാറേ, ഞങ്ങൾക്കൊരു കേസുമില്ല, ഞങ്ങൾ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാർ ഇറങ്ങി പോവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിയാണ്. രേവതി അമ്മയാണെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയിരുന്ന് കരയാണ്. കണ്ടില്ലേ നമ്മുടെ മോൻ കാണിച്ചു കൂട്ടുന്നത്, കണ്ടില്ലേ അവൻ കാരണം ഈ കുടുംബത്തിന് അപമാനം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ്. നിങ്ങൾ അവന് വേണ്ടി ജയിലിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ഇനി അവൻ കാരണം ഞാൻ ജയിലിൽ കയറേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നിങ്ങനെ അമ്മ പറയുമ്പോൾ രേവതിയും സച്ചിയൊക്കെ ഞെട്ടിപ്പോവാണ്. അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നത്? അതെ, അവൻ കാരണം ഞാൻ ജയിലിൽ കയറേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനും ജീവിച്ചിരിക്കുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ? എനിക്ക് അപമാനിച്ച് ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണ്ട. അമ്മ, ശരത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, അവൻ നിരപരാധിയാണ്, ഇപ്പം അവൻ നീറുകയായിരിക്കും. അങ്ങനെയല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ദേവുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പോൾ ദേവിന് പരിചയമുള്ളൊരു ചേട്ടൻ തന്നെയായിരുന്നു. ആ ചേട്ടൻ എന്താ ചേട്ടൻ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ഇങ്ങനെയാ സംഭവങ്ങളെന്നൊക്കെ ദേവിനോട് പറഞ്ഞിട്ട് ഇതേട്ട് ദേവു ആകെ ഞെട്ടിപ്പോവാണ്. അവരെ ഫോൺ വെക്കുകയാണ്. അപ്പോൾ ദേവു നേരെ സച്ചിയോട് പറയാണ്, സച്ചിയേട്ടാ അവനെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലുണ്ടെന്നാണ് പറയുന്നത്, എന്നെ ആ ചേട്ടനാ വിളിച്ചതെന്ന് പറയുകയാണ്. എൻ്റെ ദൈവമേ ദേവു, എന്നാൽ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആ ഒരു ഇങ്ങനെ പടുതുകൊണ്ടിരിക്കുകയാണല്ലോ ആ ബിൽഡിങ്. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആ വരുന്ന ആ ചേട്ടാ ഇവിടെ ഉണ്ട്, ശരത്ത് ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, എത്രാമത്തെ നിലയിലാണ് കയറി നിൽക്കുന്നത്? ദൈവമേ, അവൻ അവിടെ കയറി നിൽക്കുകയാണ്, അവന് ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ ആ വീഡിയോ എല്ലാം വൈറലാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു അപമാനത്തിലാണ് ശരത്ത് ടെറസിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. ഞാൻ പിന്നെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി, പക്ഷെ അവനെ ഞാൻ അവിടെ കണ്ടില്ല, ആകെ പേടി തോന്നുന്നു മോനെ സച്ചി എന്നൊക്കെ പറയാണ്. ചേട്ടാ ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല, അവൻ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തണം, ബിൽഡിങ് ഞങ്ങൾ ഫുള്ളൊന്ന് അരച്ചു പറക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും അമ്മയും അതേപോലെ തന്നെ ദേവും ഒക്കെ ഈ ടെറസിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറുകയാണ്, ഇറങ്ങിയാണ്. എടാ മോനെ ശരത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ്. പക്ഷേ എവിടെ ശരത്ത് കേൾക്കാനായിട്ട്? ശരത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഇനി തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ നോക്കാൻ പറ്റില്ല, നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ നടക്കുകയാണല്ലോ. അങ്ങനെ ഒരുപാട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ആകെ പേടി തോന്നുകയാണ്. ശരത്തിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ദൈവം അവൻ എവിടെ പോയി? മോനെ ശരത്തെ, നീ ഒന്ന് മുന്നിലേക്ക് വാടാ, എടാ നീ ഒരു തെറ്റും ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ സങ്കടപ്പെടുത്തല്ലേടാ എന്നിങ്ങനെ കരഞ്ഞിങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്നൊരു കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുകയാണ് സച്ചി. അപ്പോൾ ഇതെവിടെന്നാ കേൾക്കുന്നതെന്നൊക്കെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശരത്താണെങ്കിൽ ചാടാൻ തയ്യാറായിട്ട് ഒരു അരികത്ത്, ഈ ബിൽഡിങ്ങിൻ്റെ ഒരു അരികത്ത് വന്നിങ്ങ് നിൽക്കുക. ഒരു കാലൊന്ന് പതറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്ത് കിടക്കും, നിലത്ത് കിടക്കും. അപ്പോൾ ഇത് കണ്ട സച്ചിയാണെങ്കിൽ പേടിച്ചു പോയി. മോനെ ശരത്ത്, നീ എന്താ കാണിക്കുന്നത്? നീ ഇങ്ങോട്ട് വന്നണ്ടേ? ഇല്ല, ആരും എൻ്റെ മുന്നിലേക്ക് വരണ്ട, എന്നെ രക്ഷിക്കാനായിട്ട് നോക്കരുത്, ഞാനിവിടെ നിർത്തി ചാടും എന്നൊക്കെ ശരത്ത് പറയണ. മോനെ നീ അവിവേകം ഒന്നും കാണിക്കരുത്, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാലോടാ. എടാ നീ ഇങ്ങോട്ട് വാ, നിന്റെ അമ്മയും പെങ്ങളും ഒക്കെ കിടന്ന് സങ്കടപ്പെടുന്നത് കണ്ടില്ലേ, നീ ഇങ്ങനെ കാണിക്കരുത് മോനെ എന്ന് പറയണം. വേണ്ട, എനിക്കിനി ആരുടെ മുഖത്ത് നോക്കാനായിട്ട് പറ്റില്ല, ഞാൻ തെറ്റ് ചെയ്ത് എന്നെ പോലീസുകാർ പിടിച്ചിട്ടുപോയില്ലേ, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇനി ഇങ്ങനെ അപമാനം പേറി ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല, ഞാൻ ഇപ്പം തന്നെ ചാടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ
ശരത്ത് ഒരു കാലങ്ങട് പുറത്തേക്ക് എടുത്ത് വെക്കുക. ഇത് കണ്ട് സച്ചി പേടിച്ചു പോയി. എല്ലാവരും കിടന്ന് കാറലാണ്. മോനെ നീ അങ്ങനെയൊന്നും ചെയ്യരുത്, നീ വാ എന്ന് പറഞ്ഞേ. വേണ്ട സച്ചിയേട്ടാ, എന്നെ രക്ഷിക്കാൻ നോക്കരുത്, എനിക്കിനി ജീവിച്ചിരിക്കണ്ട, എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വെപ്രാളം. പക്ഷേ സച്ചി ആരാ മോൻ? സച്ചി ഇവൻ പറയുന്ന തക്ക നോക്കി ഇവൻ്റെ കൈ കയറി ഒറ്റപ്പിടുത്തത്തിൽ വലിച്ചങ്ങട് നേരെ ആ ഒരു ഇതിലേക്ക് ഇടുകയാണ്, റൂമിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ സച്ചിയേട്ടൻ രക്ഷിച്ചത്? എടാ ശരത്ത്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ എന്തിനാ പഠിക്കുന്നത്? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ? അതല്ലേടാ ലൈഫ്. ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യയൊക്കെ ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയി നിൽക്കോടാ? എടാ, നിന്നെ പോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനഃശക്തി ഉണ്ടാവൂടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, വേണ്ട സച്ചിയേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തെറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പം എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് എന്നെ പോലീസ് അന്വേഷിക്കേണ്ടായിരിക്കില്ലേ? അതുകൊണ്ട് ഞാൻ എന്തിനാ ഇനി നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു അപമാനമായിട്ട് ഞാൻ എന്തിനാണ് സച്ചിയേട്ടാ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കണേടാ. ശരത്തെ, നിന്നെ ഞാൻ കൈവിടില്ലടാ. എടാ, ആരൊക്കെ നിന്നെ കൈവിട്ടാലും ഈ ഏട്ടൻ നിന്നെ കൈവിടില്ല. എൻ്റെ അനിയനാ നീ. നിന്നെ സംരക്ഷിക്കേണ്ട കടമ എനിക്കാണ്. പോലീസുകാരെത്താത്തടുത്ത് നിന്നെ ഞാൻ കൊണ്ട് പാർപ്പിക്കോടാ. നമുക്ക് പോകാം, നമുക്കൊരു സ്ഥലം വരെയും പോകാം, ആരും നിന്നെ കണ്ടുപിടിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചിയുടെ ആ ഒരു സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുക. അങ്ങനെ ശരത്തിൻ്റെ കൈയും പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് പോയി ഒരു ആളൊഴിഞ്ഞ വീട്, അവിടെ ഒരു കാറും കിടക്കുന്നുണ്ട്, ആ വീടിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും രേവതി ചോദിക്കണം, സച്ചിയേട്ടാ നമ്മളിതെന്താ ഇങ്ങോട്ട് വന്നത് ഇവനെയും കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ, കാര്യമൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം രേവതി എന്ന് സച്ചി പറയാണ്. ഇനി അവര് എല്ലാവരും കൂടി ആരുടെ വീട്ടിലേക്കായിരിക്കും എത്തിയിരിക്കുന്നത് ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.